Welcome back to Learnino, KTU BTech 2024 scheme. S3 CSC സ്റ്റുഡൻസിനുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. സോ നിങ്ങളുടെ സിലബസ് എങ്ങനെയാണ്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്, അതിന്റെ റെഫറൻസ് ബുക്സ് എന്തൊക്കെയാണ്, അതേപോലെ ഏതൊക്കെ ലാബ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ അതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, S3 എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടെ നമ്മൾ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ BTech ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പം ഏതെങ്കിലും ടെക്നിക്കൽ എക്സാംസ് ഒക്കെ എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗേറ്റ് എക്സാം ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ S3 മുതൽക്കുള്ള കോർ സബ്ജക്റ്റ് ഒക്കെയാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് S3, S4, S5 വരുന്ന സബ്ജക്റ്റുകൾ. അപ്പൊ ഈ സെമിസ്റ്ററിലുള്ള സബ്ജക്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു എക്സാമിന് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് നിങ്ങൾ കൃത്യമായ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് പഠിച്ചു തുടങ്ങണം. അപ്പൊ നമുക്ക് ഏതൊക്കെയാ സബ്ജക്റ്റ് എന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് വരുന്ന സബ്ജക്ട്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ്, then theory of computation, data structure and algorithm, object oriented programming, digital electronics and logic design, പിന്നെ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതിൽ ഒരെണ്ണം S3 ലും ഒരെണ്ണം S4 ലും ആയിട്ടാണ് വരിക. ഇത്രയാണ് സബ്ജക്ട് ഉള്ളത്. പിന്നെ 2 ലാബ്, ഒരു ഡാറ്റ സ്ട്രക്ചർ ലാബ്, അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ലാബ്, പിന്നെ റെമഡിയൽ ആൻഡ് മൈനർ കോഴ്സ് അതുപോലെ ഓണേഴ്സിനെ കുറിച്ചൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ പറയുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ സബ്ജക്ട് എന്ന് കണ്ടല്ലോ. അപ്പൊ മാത്സ് പഠിക്കാനുണ്ട്. ഓക്കെ, മാത്സ് നമ്മൾ S1 ൽ പഠിച്ചു, S2 ൽ പഠിച്ചു, എഗെയിൻ നമുക്ക് ഇവിടെ മാത്സ് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ വരുന്ന കോർ സബ്ജക്ട്സ് ആണ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ, ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം, ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അതായത് നിങ്ങളിപ്പം ഏത് എക്സാം, ഗേറ്റ് എക്സാം അല്ലെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും PSC എക്സാം ഒക്കെ എഴുതുകയാണ്, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ പറഞ്ഞ സബ്ജക്റ്റ് ഒക്കെ എന്തായാലും ഉണ്ടാവും സിലബസിൽ. ഓക്കെ, അതേപോലെ തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് മെയിൻ പേപ്പർ ആണെന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ കോർ പേപ്പേഴ്സ് ഇതാണ്. പിന്നെ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് പഠിച്ചതുപോലെയുള്ള ഒരു ജനറൽ സബ്ജക്ട് ആണ്. ഇപ്പൊ നമ്മൾ ഓണ്ടർപ്രണർഷിപ്പിലേക്കൊക്കെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പം അക്കാഡമിക്സ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ കോളേജ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കോർപ്പറേറ്റ് വേൾഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ. ഒക്കെ, ഇനി നിങ്ങൾ പഠിക്കുന്ന ഡാറ്റ സ്ട്രക്ചർ തിയറി പഠിക്കുന്നതിന്റെ തന്നെ ലാബ് വരുന്നുണ്ട്, ഡാറ്റ സ്ട്രക്ചർ ലാബ് വരുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കുന്നത് പോലെ തന്നെ അതിന്റെ ലാബും വരുന്നുണ്ട്, ഡിജിറ്റൽ ലാബ്. അപ്പൊ നമുക്ക് ഇനി ഓരോ സബ്ജക്റ്റിന്റെയും സിലബസും ടെക്സ്റ്റ് ബുക്സും ഏതൊക്കെയാന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആണ്. ഇതിന്റെ ബേസിക് കാൽക്കുലസ് ആണ് പ്രീ റിക്വസ്റ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ കാൽക്കുലസ് നിങ്ങൾ ബേസ് സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് സ്ട്രോങ് ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മാത്സിന്റെ സിലബസ് വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് റാൻഡം വേരിയബിൾസ് ആണ് ആദ്യത്തെ 2 മോഡ്യൂളും. ഫസ്റ്റത്തെ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സും. സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സെക്കൻഡ് മോഡ്യൂളിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് റെലവന്റ് ടോപ്പിക്സ് ഫ്രം സെക്ഷൻസ് ഏതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിന്റെ നമ്പർ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. ആ ടെക്സ്റ്റ് ബുക്സും ഞാൻ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ തേർഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് തിയറംസ് ആണ്. അതിൽ മാർക്കോവ് ഇനിക്വാലിറ്റി, ചെബിഷേവ് ഇനിക്വാലിറ്റി, സ്ട്രോങ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്, സെൻട്രൽ ലിമിറ്റ് തിയറം, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. പിന്നെ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സും ആണ് അതിൽ വരുന്നത്. അത് ടെക്സ്റ്റ് 2, അതിലും ടോപ്പിക്സ് ഏതൊക്കെയാന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഫോർത്ത് മോഡ്യൂളും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ മാർക്കോവ് ചെയിൻ, റാൻഡം വാക്ക് മോഡൽ, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. അത് രണ്ടും വേറെ ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് 2 മോഡ്യൂളിന് ഒരു ടെക്സ്റ്റ്, അതേപോലെ തന്നെ തേർഡ് മോഡ്യൂളിനും ഫോർത്ത് മോഡ്യൂളിനായിട്ട് രണ്ടാമത്തെ ടെക്സ്റ്റ്. അപ്പൊ ടെക്സ്റ്റ് ബുക്സിന്റെ പേര് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒപ്പം റെഫറൻസ് ബുക്സും ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ലൈബ്രറിയിൽ പോയിട്ട് റെഫർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാക്കൽറ്റീസ് പറയുന്നത് പോലെ ബുക്സ് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സബ്ജക്ട് പഠിക്കാം. അടുത്ത സബ്ജക്ട് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ആണ്. നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ സിലബസ് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് മോഡ്യൂൾ ഫൗണ്ടേഷൻ, പിന്നെ അതിന്റെ ഫൈനൈറ്റ് ഓട്ടോമ, ദെൻ സെക്കൻഡ് മോഡ്യൂളിൽ റെഗുലർ എക്സ്പ്രഷൻ. ഇതിന്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആവും, അപ്പൊ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനായിട്ട് സാധിക്കും. Then properties of regular languages, context-free grammar and application. Third module ആണ് push down automa, simplification of context-free languages, properties of context-free languages. അതേപോലെ ഫോർത്ത് മോഡ്യൂളിന്റെ പോർഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കും റെഫറൻസ് ബുക്കും നോക്കാം. ഓക്കെ, സോ ഇവിടെ ടെക്സ്റ്റ് ബുക്സ് കൊടുത്തിട്ടുണ്ട്, റെഫറൻസ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചെയ്യേണ്ടത് സിലബസ് ആദ്യമേ പ്രിന്റ് എടുത്ത് വെക്കുക, സിലബസിന്റെ PDF പ്രിന്റ് എടുത്ത് കയ്യിൽ എപ്പോഴും വെക്കുക, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്സ് ആണ് റെഫറൻസ് ബുക്ക് ആണെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വരുന്ന സെമിസ്റ്ററുകളിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് 4 മോഡ്യൂൾ പഠിക്കാം, അങ്ങനെയില്ല.
ഒരുപാട് ടെക്സ്റ്റ് ബുക്സ് നമ്മൾ റെഫർ ചെയ്യേണ്ടി വരും, റെഫറൻസ് ബുക്സ് നോക്കേണ്ടി വരും. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് ഇനി മുതൽക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊക്കെ ടെക്സ്റ്റ് ആണ്, ഏതൊക്കെ റെഫറൻസ് ബുക്ക് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത സബ്ജക്ട് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം ആണ്. അതിനകത്ത് ഡാറ്റ സ്ട്രക്ചറിന്റെ ബേസിക് കോൺസെപ്റ്റ്, സെക്കൻഡ് മോഡ്യൂൾ ലിങ്ക് ലിസ്റ്റ് ആൻഡ് മെമ്മറി മാനേജ്മെന്റ്, ദെൻ ട്രീസ് ആൻഡ് ഗ്രാഫ്സ്, ദെൻ സോർട്ടിംഗ് ആൻഡ് സെർച്ചിങ്. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ഈ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഇനി ഇത് കഴിഞ്ഞ് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാംസിനൊക്കെ ചോദിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഈ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബുക്സ് നോക്കാം. ഓക്കെ, അതിൽ നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ഇൻ സിയും ഇൻട്രൊഡക്ഷൻ ടു അൽഗോരിതം, 2 ടെക്സ്റ്റ് ബുക്കും ബാക്കിയുള്ളത് റെഫറൻസ് ബുക്കും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത കോർ സബ്ജക്റ്റ് ആണ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതിന്റെ സിലബസ് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ആദ്യം വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ജാവ. സോ നമ്മളിപ്പം ഫസ്റ്റ് ഇയറിൽ നമ്മൾ പൈത്തൺ പഠിച്ചു, അതേപോലെ തന്നെ സി പ്രോഗ്രാമിംഗ് പഠിച്ചു. ഇവിടെ നമുക്ക് ജാവയാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മോഡ്യൂളിൽ ജാവ വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് മോഡ്യൂളിൽ പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, ദെൻ പാക്കേജസ് ആൻഡ് ഇന്റർഫേസസ്, അതിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഒക്കെയാണ് വരുന്നത്. ദെൻ ഫോർത്ത് മോഡ്യൂളില് സ്വിങ്സ് ഫണ്ടമെന്റൽസ്, ദെൻ ഇവന്റ് ഹാൻഡ്ലിംഗ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെയാണ് ഫോർത്ത് മോഡ്യൂളിലും വരുന്നത്. ടെക്സ്റ്റ് ബുക്സ് നോക്കാം. ഓക്കെ, ജാവ കംപ്ലീറ്റ് റെഫറൻസിന്റെ ഒരു ബുക്ക് പറഞ്ഞിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ ടു ജാവ പ്രോഗ്രാമിംഗ് കോംപ്രഹെൻസീവ് വേർഷൻ. സോ ഇതിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഒരുപാടധികം റെഫറൻസ് ബുക്സും സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ ആണ്. സോ ഇത് നമ്മൾ ഒരു ഇലക്ട്രോണിക്സ് സബ്ജക്റ്റ് ആണ്. എന്നിരുന്നാലും കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ബ്രാഞ്ചസിന് ഒക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ സിസ്റ്റം, അതായത് ലൈക്ക് നമ്മൾ നമ്പർ സിസ്റ്റം മുതൽ സ്റ്റാർട്ട് ചെയ്യണം. നമ്പർ സിസ്റ്റം എങ്ങനെയാണ്, അതിന്റെ റെപ്രസെന്റേഷൻ, അതിന്റെ കൺവേർഷൻ, അതുപോലെ ഫിക്സഡ് പോയിന്റ് നമ്പർ, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, ദെൻ ബേസിക് ആയിട്ടുള്ള ഗേറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വെരിലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാംഗ്വേജ്, അതായത് വെച്ചാൽ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ആണ് വെരിലോഗ് എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെറിയ പ്രോഗ്രാംസ് ഒക്കെ എഴുതാനുള്ള ഒരു ഇതും പഠിക്കാനുണ്ടാവും. ദെൻ സെക്കൻഡ് മോഡ്യൂൾ കോമ്പിനേഷൻ ലോജിക് ഡിസൈൻ. ഈ കോമ്പിനേഷൻ ലോജിക് ഡിസൈനിൽ നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് അപ്പൊ ബോളിയൻ ആൽജിബ്ര, അതേപോലെ തന്നെ സോഫ്റ്റ് ഫോം, പോസ്റ്റ് ഫോം, കെ മാപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് റിയലൈസേഷൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിന്റെ തന്നെ നമുക്ക് വെരിലോഗ് യൂസ് ചെയ്തിട്ടുള്ള മോഡലിംഗും കൂടെ ഇതിനകത്ത് പഠിക്കേണ്ടി വരും. ദെൻ തേർഡ് മോഡ്യൂൾ MSI ലോജിക് ആൻഡ് ഡിജിറ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അതിനകത്ത് ഇപ്പൊ ഡീകോഡർ, അതുപോലെ തന്നെ എൻകോഡർ, മക്സ്, ഡിമക്സ്, ആഡർ, സബ്ട്രാക്ടർ ഇതൊക്കെ വരുന്നുണ്ട്, കമ്പാരേറ്റർ ഒക്കെ വരുന്നുണ്ട്. ദെൻ ഫോർത്ത് മോഡ്യൂളിൽ സീക്വൻഷ്യൽ ലോജിക് ഡിസൈൻ ആണ്. ലാച്ച്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതേപോലെ തന്നെ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ, അതേപോലെ വെരിലോഗിന്റെ ഒരു പാർട്ട് 2 കൂടെ നമുക്ക് ചേർന്ന് പഠിക്കാനുണ്ട്. ടെക്സ്റ്റ് ബുക്സ് നോക്കാം. സോ ഇതിൽ ഇൻട്രൊഡക്ഷൻ ടു ലോജിക് സർക്യൂട്ട് ആൻഡ് ലോജിക് ഡിസൈൻ വിത്ത് വെരിലോഗ്. ഇത് വെരിലോഗ് വെച്ചിട്ട് വേണം നമ്മൾ ഇതിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെരിലോഗും കൂടെ വരുന്ന ബുക്സ് റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സബ്ജക്ട് വരുന്നത്. ബാക്കി 2 ലാബാണ്. പിന്നെ എഞ്ചിനീയറിംഗ് എക്കണോമിക്സിന്റെ ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തത് കൊണ്ടാണ് ആ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. അപ്പൊ സബ്ജക്ട് ഏതാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സബ്ജക്റ്റും ടെക്സ്റ്റ് ബുക്സും ഒക്കെ നമ്മൾ ക്ലാസ്സസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. താങ്ക് യു.